കൊച്ചി മട്ടാഞ്ചേരി ഏരിയ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലുള്ള പ്രദേശമാണ്. അവിടേക്ക് CSML എന്ന് പറയുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഒരു ഫണ്ട് ഉപയോഗിച്ച്, ചെറിയ ഫണ്ടല്ല, 164 കോടിയോളം ഉറുപ്പിക ഉപയോഗിച്ചുകൊണ്ട് ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് തുടക്കമിടുകയുണ്ടായി. അത് ടെൻഡർ ചെയ്ത് ഒരു പാർട്ടി എടുക്കുകയും ചെയ്തു. അതിൻ്റെ ശരിയായ നിയമ നടപടികളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് എടുത്തത്. ഇത് ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ചില ആളുകളുടെ താല്പര്യപ്രകാരം അതൊരു വലിയ സമര പ്രക്ഷോഭത്തിലേക്കൊക്കെ കൊണ്ടുപോയി ആ പദ്ധതിയിൽ ഒരുപാട് തരത്തിലുള്ള ഇൻ്റർഫിയറൻസ്, ഔട്ട്സൈഡ് ഇൻ്റർഫിയറൻസ് ഉണ്ടാക്കി അത് നിർത്തിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ആ പദ്ധതി പകുതി വഴിക്ക് ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അതിൻ്റെ പൈപ്പ് ലൈൻ പോലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം മുടക്കിയ പൈസ പോയി. അത് ആ ഒരു ഏജൻസി കോർപ്പറേഷൻ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയായിരുന്നു. കോർപ്പറേഷന്റെ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട് അതിൽ. അതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള അറിവ് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രസൻറ്റേഷൻ പലതവണ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഏരിയയിൽ വെച്ച് ആളുകളെ, ഇതിൽ സമരം നയിക്കുന്ന ആൾക്കാരെയും പബ്ലിക്കിനെ ഒക്കെ ക്ഷണിച്ചുകൊണ്ട് ആ ഒരു പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി വന്നില്ലെങ്കിൽ അവിടുത്തെ കുടിവെള്ളം പോലും കണ്ടാമിനേറ്റഡാണ്. അവിടുത്തെ കനാലുകളിലെ വെള്ളം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കരിക്കട്ട പോലത്തെ വെള്ളമാണ് അതിൽ ഒഴുകുന്നത്. ആ വെള്ളം ഉപയോഗിച്ചല്ലെങ്കിൽ അതിൻ്റെ സമീപത്ത് താമസിച്ചാൽ തന്നെ ഇൻഫെക്ഷനും ഭാവിയിൽ വലിയ ദുരന്തവും സംഭവിക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ ഇത് ചില ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കൊണ്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടും ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു കോർപ്പറേഷന്. ഓക്കെ, ഞാൻ വരുന്നു. ഈ താങ്കളൊരു വലിയൊരു പരിസ്ഥിതിവാദിയൊക്കെ ആണല്ലോ. ഈ പറയുന്ന പദ്ധതിയെ കുറിച്ച് അറിയാമോ? കേട്ടിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു പദ്ധതി വരാൻ പോയതാണ്. അതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറഞ്ഞ അവിടുത്തെ പ്രാദേശികവാസികൾ മുടക്കിയതാണോ അത്? അല്ലല്ല, നമ്മളങ്ങനെ മുടക്കാതെ. നമ്മുടെ നാട്ടിൽ ഇപ്പം പദ്ധതികൾ വരുമ്പോഴൊക്കെ ഇപ്പം പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ നോക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഏത് പദ്ധതിയിലും കയറി അങ്ങനെ ഇടപെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? കാരണം കേരളത്തിൻ്റെ പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോഴേ ഇപ്പം നമ്മൾ പി രാജീവൊക്കെ ഈയിടെ ഒരു കണക്ക് പറഞ്ഞ് കുറച്ചധികം പദ്ധതികൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഈ കേരളത്തിൻ്റെ പേരിൽ ചാർത്തിയിട്ടുള്ള ഈ ചില അപവാദങ്ങൾ കേരളത്തിന് പുറത്ത് ഇപ്പോഴും തത്തിക്കളിക്കുന്നത് നമുക്ക് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു സംവാദം സംഘടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചത്. അല്ല, ഇത് പരിസ്ഥിതി പ്രവർത്തകരോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളോ അനാവശ്യമായിട്ട് ഇടപെടുന്നു എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഞാനൊരു 30 കൊല്ലമായിട്ട് പെരിയാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഈ 30 കൊല്ലത്തിനിടയിൽ പെരിയാറിന്റെ മലിനീകരണത്തിനെതിരെ സമരം ചെയ്തതുകൊണ്ട് അവിടെ കമ്പനികളൊന്നും പൂട്ടിയിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.